നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ട് വാങ്ങിക്കുന്ന കരി. ഇത് ഓടിൻ്റെ പീസ്. ഇനി നമ്മൾ ഇത് എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോഴിക്കാർപ്പിൻ്റെ ടാങ്കിൽ ഒരു ഫിൽട്ടർ സിസ്റ്റം അത്യാവശ്യമാണ്. കാരണം ഫിഷിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ തീരെ കിട്ടുന്നില്ല. ഇത് എല്ലാം കൂടി മുകളിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്യാമെന്ന് കരുതിയത്. ഇനി നമുക്ക് ഫിൽട്ടർ സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കൽക്കരി. നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ട് വാങ്ങിക്കുന്ന കൽക്കരിയാണിത്. അത് കഴിഞ്ഞ് ഓടിൻ്റെ കഷ്ണം, ഇഷ്ടികയുടെ കഷ്ണം, ഇതെല്ലാം കഴുകി വാഷ് ചെയ്ത് വെച്ചിരിക്കുവാണ് നന്നായിട്ട്. അടുത്തത് 1/2 ഇഞ്ചിൻ്റെ ഓസാണ്. ഇത് 5 മീറ്ററാണ് ഞാൻ വാങ്ങിയത്. 1 മീറ്ററിന് 26 രൂപയാണ്. പിന്നെ ഒരു കുപ്പിയുടെ കഴുത്ത് ഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തത്, മിനറൽ വാട്ടറിൻ്റെ. അടുത്തത് 1/2 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പാണ്. ഇത് വീട്ടിലുണ്ടായിരുന്നതാണ്. ഞാൻ ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഒരു MC കൂടി വാങ്ങിയിട്ടുണ്ട്. 30 രൂപയാണ് MC-ന്. ഇനി ഒരു എക്സ്റ്റൻഷൻ കേബിൾ വാങ്ങിയിട്ടുണ്ട്. ഇത് 132 രൂപയാണ്. പിന്നെ ഒരു ചെറിയ ക്ലിപ്പ് കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് ആവശ്യം വരില്ല എങ്കിലും ഞാൻ വാങ്ങി വെച്ചു. പിന്നെ പലചരക്ക് കടയിൽ നിന്നും എടുത്തിട്ടുള്ള ഉള്ളി, സവാള വരുന്ന 2 ചെറിയ ചാക്ക്. ഒരെണ്ണം നെറ്റും ഒരെണ്ണം നമ്മുടെ ഗ്രീൻ നെറ്റിലെ ഗാർഡൻ നെറ്റും പോലെയുള്ളതാണ്. ഇനി അടുത്തത് ഒരു വാട്ടർ പമ്പാണ്. സബ്മറൈൻ്റെ കമ്പനിയുടെ ഒരു പമ്പാണ്. ഇത് 800 റുപ്പീസാണ്. 850 ആണ്. 800-ന് നമുക്ക് തന്നു. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പ്. ഇത് 1/2 ഇഞ്ചിൻ്റെതും 1 ഇഞ്ചിൻ്റെയും 2 വാൽവ് അതിലുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളതൊരു ബക്കറ്റാണ്. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാത്തൊരു ബക്കറ്റ്. ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഹോസിൻ്റെ അറ്റം നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്ന കുപ്പിയുടെ അടപ്പിനുള്ളിലൂടെ അകത്തേക്ക് കടത്തിവിടണം. സോൾഡറിങ് അയൺ ഉപയോഗിക്കാം. അതില്ലാത്തവർക്ക് നമ്മുടെ വീട്ടിലെ പപ്പടം കുത്തി അത് ചൂടാക്കിയിട്ട് ഈ കുപ്പിയുടെ അറ്റത്ത് ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കാം. അതിത്തിരി ജോലിയാണ് എങ്കിലും നമുക്ക് അതാണ് ഈസി വേ. അതാണ് നന്നായിട്ട് ചൂട് പിടിപ്പിച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഒരു ഹോളാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കുപ്പിയുടെ സൈഡിനെല്ലാം ചെറിയ ചെറിയ ഹോൾ ഇടണം. അതിന് നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഈ കാണുന്ന രീതിയിൽ ഹോൾ ഇട്ട് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബക്കറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഔട്ട് വയ്ക്കാനായിട്ട്. ഔട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽട്ടർ ചെയ്ത വെള്ളം ടാങ്കിലേക്ക് വരാനായിട്ടുള്ള പ്ലേസ് അല്ലെങ്കിൽ ഓസ് ഫിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു വട്ടം വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി ആ ഓസ് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ MC-ൽ ഒട്ടിക്കുന്നതാണ്. MC-ൽ 2 ആ വൈറ്റും ആ ബ്ലാക്കുമായിട്ടുള്ള 2 സാധനവും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടപ്പിൻ്റെ പുറത്ത് ഒട്ടിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ഉരുട്ടി ഒരു നേർത്ത ഒരു വള്ളി പോലെ ആക്കിയിട്ട് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ റൗണ്ടാക്കി ഒരു 2 ലെയർ വേണമെങ്കിൽ നമുക്ക് വെക്കാം. വെച്ചിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി മാറ്റി വയ്ക്കുക. ഇനി അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു കറക്റ്റ് നല്ല ഒരു ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ ഒരു പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തിരിച്ച് പിച്ചിക്കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇനി നമുക്ക് ആ കുപ്പിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് കുപ്പി തിരിച്ച് വേണം അത് ടൈറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓസും നമ്മുടെ ആ കുപ്പിയുടെ അടപ്പും അതുമായിട്ട് നമ്മൾ ജോയിൻ്റ് ആക്കി കഴിഞ്ഞു. ഇനി ഇത് വെയിലത്ത് വെക്കണം ഉണക്കാനായിട്ട്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ കുപ്പിയുടെ ഉള്ളിൽ നമ്മൾ ഈ ഓസ് ഫിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ വരെ മുട്ടിക്കരുത്. കാരണം അല്ലെങ്കിൽ വേസ്റ്റ് വന്നിട്ട് ഓസ് ബ്ലോക്കാവും. കുറച്ച് മുകളിൽ വേണം നിൽക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ എന്നോണമാണ് നമ്മൾ ഈ കുപ്പിയുടെ അടപ്പിനകത്ത് ഓസ് സെറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ബക്കറ്റിൽ ആ PVC പൈപ്പ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതും ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം. MC-ൽ ഒട്ടിച്ചാണ് അതും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്.
എം സിയിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ചാൽ നന്നായിട്ടത് ഫിക്സായിട്ട് കിട്ടും. 1 ഡേയുടെ ആവശ്യമൊന്നുമില്ല. എം സീലിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ പുതിയൊരു ബക്കറ്റ് വാങ്ങിച്ച് ചെയ്യണമെന്നില്ല. വീട്ടിലുള്ളൊരു പഴയൊരു ബക്കറ്റ് എടുത്താൽ മതി. ഇതിനൊരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു, അതും ഞാൻ എം സിയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബക്കറ്റും ആ ഓസിൻ്റെ ടിപ്പും നന്നായിട്ട് ഉണങ്ങി ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആ കുപ്പി ബക്കറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് ഇറക്കി വെക്കുക. സാധാരണ ചിലർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള PVC പൈപ്പ് തന്നെ ആ കുപ്പിയുടെ സെൻറ്ററിൽ വെക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ ഓസാണ് യൂസ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് PVC പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ഓസുമായിട്ട് കണക്ട് ചെയ്യണം. അതിൻ്റെ ഒരു ചിലവ് നമുക്കതവിടെ ഒഴിവാക്കാം. ഇനി നമ്മൾ ഏറ്റവും താഴെ നമ്മൾ ആദ്യമായിട്ട് നിരത്താൻ പോകുന്നത് ഇഷ്ടികയുടെ പീസാണ്. ഇഷ്ടികയുടെ പീസ് താഴെ ഒരു ലെയർ ഫുള്ള് നിരത്തുക. ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അഴുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാകരുത്. ഇനി നമ്മൾ ആ കൊണ്ടുവന്ന നെറ്റിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നടുക്കൊരു ഹോൾ ഇട്ടിട്ട് എടുക്കുക. അത് ഈ ഓസിൻ്റെ ഒരറ്റത്തു കൂടി എടുത്ത് ഈ ഇഷ്ടികയുടെ മുകളിലേക്ക് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ആ മുകളിലുള്ള PVC പൈപ്പ് ഇളക്കം തട്ടാതെ വേണം ചെയ്യാനായിട്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ നമ്മൾ നിരത്താൻ പോകുന്നത്, അതായത് മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഓടിൻ്റെ പീസുകളാണ്. ഓടിൻ്റെ പീസുകൾ ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോ ലെയർ ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് വരാത്ത രീതിയിൽ വേണം നന്നായിട്ട് ഫില്ല് ചെയ്യാൻ. അടുത്ത ലെയർ, അതായത് നാലാമത്തെ ലെയർ നമ്മൾ ഇടാൻ പോകുന്നത് പഞ്ഞിയാണ്. പഞ്ഞി ഞാൻ ആദ്യം കാണിക്കാൻ വിട്ടുപോയി. പഞ്ഞി ഒരു ലെയർ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ എടുക്കുക. കട്ടിക്ക് എടുത്തിട്ട് ഈ ഓടിൻ്റെ പീസിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇനി നമ്മുടെ അടുത്ത ലെയർ എന്ന് പറയുന്നത് 5ാമത്തെ ലെയറാണ്. 5ാമത്തെ ലെയർ നമ്മുടെ കൽക്കരിയാണ്. കൽക്കരിയും അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കൽക്കരി, ഓടിൻ്റെ പീസൊക്കെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഇതാണ് ഓടിൻ്റെ പീസ്. ഇത് ബക്കറ്റ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പഴയ കൂജയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കൂജയൊക്കെ കിട്ടാറുണ്ട്, ഒരു ടാപ്പ് ഫിറ്റ് ചെയ്തത്. അതിലായാലും ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ അത് ഇരിപ്പുണ്ട്, പക്ഷേ അതിൽ ഞങ്ങൾ ചെയ്തില്ല. അതിൽ ഈസി ആയിരിക്കും കുറച്ചുകൂടി ചെയ്യാനായിട്ട്. ഇനി കൽക്കരി ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇടാൻ പോകുന്നത് നമ്മുടെ ആ ചുവന്ന കളറിലെ ചാക്കാണ്. അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കുക. ഇനി അത് നമ്മുടെ ആ ഓസിൻ്റെ എൻഡിലൂടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഇനി ഇത് അറ്റം അടിയിൽ പോകത്തക്ക രീതിയിൽ നന്നായിട്ട് മടക്കി കൽക്കരിയുടെ മുകളിൽ കവർ ചെയ്ത് വെക്കുക. ഇതും ഞങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഈ 2 ചാക്കും കടയിൽ നിന്ന് കൊണ്ടുവരുന്നത് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യരുത് ഒരിക്കലും. അടുത്തതായിട്ട് വയ്ക്കാൻ പോകുന്നത് ഓടിൻ്റെ പീസ് തന്നെയാണ്. ഇതിൻ്റെ മുകളിലും ഓടിൻ്റെ പീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓട് അത്യാവശ്യം വലിയ പീസായിരുന്നു. അത് ഈ കാണുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള പീസുകളാക്കി എടുക്കണം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ നെറ്റ്, ഒരു ലെയർ നെറ്റാണ് ഇടുന്നത്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഞാനും മമ്മായും കൂടെയാണ് ഇത് ചെയ്തത്. മമ്മായാണ് ഹെൽപ്പ് ചെയ്ത് തന്നത്. നമുക്ക് ഒരു ഫിൽറ്റർ റെഡിയായി അതിൽ നിന്ന് നമ്മുടെ ആ ഒരു ഓസ് വഴി വെള്ളം പമ്പ് ചെയ്ത് വരുന്നത് കാണുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത ഒരു സന്തോഷമാണ് നമുക്കുണ്ടാവുക. അടുത്തത് നമ്മുടെ ഫൈനലായിട്ടുള്ള ലെയറാണ്. അത് കുറച്ച് പാറ കഷ്ണങ്ങളാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് റൗണ്ടായിട്ട് ആ നെറ്റ് ഇളകി പോവാതെ റൗണ്ടായിട്ട് ഒരു ഷേപ്പിൽ വെക്കുക. അത്യാവശ്യം കാണുമ്പോൾ ഒരു ഭംഗിയും കൂടെ വേണമല്ലോ, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇനി അങ്ങോട്ടേക്ക് നമ്മൾ അത് ചിലപ്പോൾ മോഡിഫൈ ചെയ്യും. പിന്നെ ചെറിയ 3-4 മെറ്റൽ പീസ് എടുത്തിട്ട് ആ സെൻറ്റർ ഹോളുള്ളതൊന്ന് അടച്ചു കൊടുക്കുക. ഇനി ചെറിയ ചിപ്സ് നമുക്ക് അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് കിട്ടും, അത് വാങ്ങിയിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഭാഗവും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓസിൻ്റെ ടിപ്പ് നിൽക്കുന്നത് കണ്ടോ, PVC പൈപ്പിൻ്റെ ടിപ്പ് നിൽക്കുന്നത് കണ്ടോ, അവിടെ അടഞ്ഞു പോകാത്ത രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിൽറ്റർ വെക്കാനായിട്ട് ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒരു എൻഡിൽ നല്ല കട്ടിയുള്ളൊരു ഗ്രാനൈറ്റ് പീസ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ സെൻട്രലായിട്ടാണ് ഞാൻ ആ ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓസ് ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് എത്ര ലെങ്ത് വേണമെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് കട്ട് ചെയ്യാം. ഇനി വീടിൻ്റെ ഉള്ളിലാണ് പ്ലഗ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് എക്സ്റ്റൻഷൻ ഞാൻ കുത്തി ഇവിടെ വെച്ചിട്ടാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ കാണാറുണ്ട്, മുകളിൽ ഇതുപോലെയുള്ള ഹോളുകൾ. ആ ഹോള് വഴി നമുക്കതിൻ്റെ പിന്ന് ഉള്ളിലേക്കിട്ടിട്ട് സൈഡിൽ നമുക്ക് നന്നായിട്ട് എവിടെയെങ്കിലും ടേപ്പ് ചെയ്ത് ഇത് സുരക്ഷിതമായിട്ട് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഓസിൻ്റെ നീളം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങറ്റം വരെ എത്തത്തക്ക രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തേക്കും നമുക്ക് പമ്പ് വെക്കത്തക്ക രീതിയിലാണ് ഞാൻ ആ ഓസ് കട്ട് ചെയ്തത്. ഇനി ആ ഓസിൻ്റെ ടിപ്പ് ഈ മോട്ടറിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഈ ഒരു പമ്പ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ടാണ് ഞാൻ അത്രയും ലെങ്തി ആയിട്ട് ഓസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കാം. എന്തു പറ്റി? അനക്കമൊന്നുമില്ലല്ലോ. എന്തു പറ്റി മമ്മ? ശബ്ദം കേൾക്കുന്നുണ്ടോ? നോക്കട്ടെ. പ്രത്യേകിച്ച് അനക്കമൊന്നും ഇല്ല കേട്ടോ. യെസ്, വെള്ളം വരുന്നുണ്ട്. ഓക്കെ, സക്സസ് ആണ്. ഓസ് വഴി വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കലങ്ങിയ വെള്ളമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വെള്ളം തെളിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതിന് മുകളിൽ വരുന്ന വെള്ളം നല്ല ക്ലിയർ ആണ്. ഞാൻ ഒന്ന് കോരി കാണിച്ചു തരാം. കണ്ടോ, നല്ല ക്ലിയർ ആണ്. വെള്ളം ഇത്രയും ഉയരത്തിൽ നിന്ന് വീഴുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടറിൻ്റെ ആ ഒരു മുകളിലത്തെ ലെവലിൽ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഓക്സിജൻ്റെ അളവ് കൂടി കൂടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത്, അത്യാവശ്യം പൊക്കത്തിൽ തന്നെ സെറ്റ് ചെയ്തത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വെള്ളം അരമണിക്കൂറിന് ശേഷമുള്ളതാണ്. പായലൊക്കെ ഞാൻ എടുത്ത് മാറ്റി. വെള്ളം അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. ഈ മോട്ടറിൻ്റെ മെക്കാനിസം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഈ മോട്ടർ ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മുടെ ആ ബക്കറ്റിൻ്റെ ഏറ്റവും താഴെയാണ് ആദ്യം വെള്ളം ചെല്ലുക. അപ്പോൾ അവിടുന്ന് വെള്ളം നമ്മുടെ ആ അടുക്കി വെച്ചിരിക്കുന്ന കല്ലും കൽക്കരിയും ഓട് കഷ്ണവും എല്ലാത്തിനെയും താണ്ടിയാണ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചരിച്ചരിച്ചരിച്ചാണ് ഈ വെള്ളം മുകളിലെത്തുക. അവിടെ നിന്നാണ് ആ മുകളിൽ ആ പൈപ്പ് വഴിയിട്ട് നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം വീഴുക. ഇങ്ങനെയാണ് ആ ഒരു ഫിൽട്രേഷൻ മെക്കാനിസം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ഇടുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.